നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി മെമ്പേഴ്സിനായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാനൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു സ്പേസ് ആരാലേ ആഗ്രഹിക്കാത്തത്. ഒരു വീട് വെക്കണമെന്ന് പ്ലാൻ ചെയ്ത സമയത്തൊന്നും ഞങ്ങൾ പേശ ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീടിൻ്റെ വാർപ്പും തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പേശ കൂടി ഉണ്ടാക്കിയാലെന്നുള്ളൊരു ചിന്ത വന്നത്. പേശ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാട്ടൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ലിവിങ് ഏരിയയോട് ചേർന്നിട്ടാട്ടോ പേശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലിവിങ്ങിൻ്റെ അവിടെ വലിയൊരു ജനലായിരുന്നു. ആ ജനലൊക്കെ എടുത്ത് അതിൻ്റെ 2 സൈഡിലുണ്ടായിരുന്ന കല്ലൊക്കെ പൊട്ടിച്ച് മാറ്റി അങ്ങനെ അവിടെ നിന്നാണ് പേശയ്ക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സാധാരണ പോലെ പുറത്ത് തറയൊക്കെ കീറിയിട്ട് അതിലൊക്കെ മണ്ണൊക്കെ നിറച്ച് കോൺക്രീറ്റൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു തറഭാഗം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പേശേൻ്റെ 2 സൈഡും ഓപ്പണാണ്. ലിവിങ്ങിന് നേരെ കാണുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് കൂടുതൽ ചുമര് കെട്ടിയിട്ടുള്ളൂ. തബൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ചുമരൊക്കെ കെട്ടിയിട്ടുള്ളത്. പിന്നെ പുറത്തുനിന്ന് പെട്ടെന്ന് ഏജന്തുക്കളൊന്നും കയറാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ 2 സൈഡിലും ഒരു 4 തബൂക്കിൻ്റെ ഉയരത്തിൽ ഒന്ന് പടുത്ത് കൊടുത്തിട്ടുണ്ട്. നടക്കുകയാണ്. ഇങ്ങനെ ഫ്രെയിമൊക്കെ അടിച്ചിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടണം. ഈ ഒരു വലിയ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് സ്ക്വയർ പൈപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനൊരു സേഫ്റ്റി ഉണ്ടാവില്ല. ഞങ്ങളതായിട്ടുള്ളൊരു ഐഡിയ വെച്ചിട്ടാട്ടോ ഈ ഒരു പേശ ഉണ്ടാക്കുന്നത്. അല്ലാതെ എൻജിനീയർ വരച്ച് തന്നിട്ട് അതിനനുസരിച്ചിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. ഇനി പേശേൻ്റെ 2 സൈഡിലും നീളത്തിൽ സ്ക്വയർ പൈപ്പ് കൊടുക്കുന്നുണ്ട്. സ്ക്വയർ പൈപ്പും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് അടുത്തടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുട്ടിയൊക്കെ ഇട്ടിട്ട് പ്രൈമർ അടിക്കുകയാണ്. പേശേൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇട്ടത്. പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കൊക്കെ നന്നായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിവിങ് ഏരിയ എന്നുള്ള വ്യൂ ആണ് ഇട്ടത്. നമ്മൾ ആ ഫ്രെയിം അടിച്ചതിൻ്റെ ഇടയിലൊക്കെ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ചുമരിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നിന്നും ധാരാളം കാറ്റും വെളിച്ചമൊക്കെ ഉള്ളിലേക്ക് കയറാനും വേണ്ടിയിട്ടാണ്. അവിടെ വേറെ ഗ്ലാസ് ഒന്നും വെച്ചിട്ട് അടക്കുന്നൊന്നുമില്ല. ഇനി അടുത്തത് ടൈൽ വർക്കാണ് വരുന്നത്. നമുക്ക് തറയിലൊക്കെ ടൈലൊട്ടിക്കണം. ചുമരിൽ ക്ലാഡിങ് ടൈലൊട്ടിക്കാനുണ്ട്. വീട്ടിൽ മൊത്തം ടൈല് വിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പേശയിലും ടൈല് വിരിക്കുന്നത്. അപ്പോൾ ടൈൽസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് സിൽവാനോ എന്നാണ്. അപ്പോൾ അവിടുത്തെ പണിക്കാർ തന്നെയാണ് ഈ ടൈലൊക്കെ വിരിക്കുന്നത്. പേശ ഉണ്ടാക്കിയ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ടൈലൊട്ടിക്കുന്ന കാര്യത്തിലാണ്. ടൈല് വേണോ അതോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മതിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൈലൊട്ടിക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. വുഡൻ ടൈലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. വുഡൻ്റെ സ്ട്രിപ്പ് ടൈലാണ്. എന്തായാലും അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ടൈലൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ട്. ഇനി ചുമരിൽ ക്ലാഡിങ് ടൈൽ ഒട്ടിക്കണം. ക്ലാഡിങ് ടൈലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കടകളിൽ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം സിൽവാനോ തന്നെയാണ് സെലക്ട് ചെയ്തത്. നാച്ചുറൽ ക്ലാഡിങ് ആദ്യമേ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതാണ്. കാരണം നാച്ചുറൽ ക്ലാഡിങ് ആകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കടന്നൽ പോലുള്ള ജീവികളൊക്കെ കൂട് കൂട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തറവാട്ടിലൊക്കെ അതുപോലെ നാച്ചുറൽ ക്ലാഡിങ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ പലതരം ജീവികളെ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ശല്യമാണ്. ക്ലാഡിങ് ടൈലാകുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുമാത്രമല്ല ഇത് വിട്രിഫൈഡ് ടൈലാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴൊന്നും നമുക്കിത് ടൈലൊട്ടിച്ചതാണെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ അടുത്തൊക്കെ പോയിട്ട് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് ക്ലാഡിങ് ടൈലാണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ചുമരിൽ ക്ലാഡിങ് ഒട്ടിക്കുന്ന വർക്കും കഴിഞ്ഞിട്ടുണ്ട്.
ടൈൽ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള പാഷ്യൂൻ്റെ വ്യൂ ആട്ടോ ഇനി കാണിക്കുന്നത്. ഇനി ഈ പാഷ്യൊക്കെ ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോർ കൊടുക്കാനുണ്ട്. പാഷ്യോക്കുള്ളിൽ ഈ ഒരു എൽ ഷേപ്പിൽ കാണുന്ന ഭാഗത്ത് മൊത്തം ചെടികൾ നടാനുള്ളതാണ്. ചെടികൾ നട്ടിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ബബിൾസൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയൊരു ടേബിളും 2 ചെയറൊക്കെ സെറ്റ് ചെയ്യണം. മുകളിൽ ഗ്ലാസ് ഇടാനുണ്ട്. തൽക്കാലത്തിന് ഒരു ഡാർപ്പ വിരിച്ച് കെട്ടിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് വെള്ളം വീടിനുള്ളിലേക്ക് വരും. ചെടികളൊക്കെ നനയ്ക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ക്ലാഡിംഗ് ടൈലിൻ്റെ ഇടയിൽ ചെറിയൊരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ പാഷ്യൂ കൂടാതെ ലിവിങ് ഏരിയൻ്റെ സൈഡിലായിട്ട് വേറൊരു ചെറിയൊരു കോർട്ട്യാർഡ് കൂടി ഉണ്ട്. അവിടെയും കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കോർട്ട്യാർഡിൻ്റെയും പാഷ്യൂൻ്റെ ഒക്കെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.